എവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഹൈഡ്രോളിക് ട്രെയിനിങ് കിറ്റിനെ കുറിച്ചാണ്. ഹൈഡ്രോളിക് ട്രെയിനിങ് കിറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ട്രെയിനിങ് കിറ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ എക്സ്പെരിമെന്റ്. ട്രെയിനിങ് കിറ്റിന്റെ ഡയഗ്രാം. ഓക്കെ, ഒരു ടാങ്ക് ഉണ്ട്, ടാങ്കിൽ നിന്ന് ഒരു ഫിൽറ്റർ ഉണ്ട്, ഫിൽറ്ററിൽ നിന്ന് ആണ് നമ്മൾ സക്ഷൻ എടുക്കുന്നത്. സക്ഷൻ ഇത് പമ്പാണ്, മോട്ടർ, കപ്ലിങ്, അതേപോലെ തന്നെ ഹൈഡ്രോളിക്കിന്റെ ഡിസ്ട്രിബ്യൂട്ടർ, ഓക്കെ, ഗേജ്. ഇത് നമ്മൾ ഫ്ലോ ഡയഗ്രാം ആണ്. ഇത് ഹൈഡ്രോളിക് ട്രെയിനിങ് കിറ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഹൈഡ്രോളിക് ഓയിലിന്റെ സഹായത്തോടു കൂടിയാണ് ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യുക. നമ്മുടെ ഫോഴ്സ് അല്ലെങ്കിൽ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹൈഡ്രോളിക് ഓയിൽ വഴിയാണ്. ഇതിനകത്ത് മെയിനായിട്ടും ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്ക് 40 ലിറ്ററിന്റെ ടാങ്കാണ്. ഈ ടാങ്കിന്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് ലെവൽ ഗേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ലെവൽ ഗേജിലൂടെയാണ് നമ്മുടെ ഓയിലിന്റെ ലെവൽ അറിയുക. ടാങ്കിനകത്ത് ഒരു ഡ്രെയിൻ ലൈൻ ഉണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും ഓയിൽ മാറ്റി സെഡിമെന്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ കഴിയും. ഈ ടാങ്കിൽ കണക്ട് ചെയ്തേക്കുന്ന കണക്ഷൻസ് ആണ്. ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ കണ്ടിന്യൂസ് ഫ്ലോ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് രീതിയിലുള്ള കണക്ഷൻസ് ആണ് വരിക. ഒന്ന് ഫ്ലെക്സിബിൾ കണക്ഷനും രണ്ടാമത് റിജിഡ് കണക്ഷനും. ഈ റിജിഡ് കണക്ഷനകത്ത് നമ്മൾ പൈപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ സൈസ് വരിക, 1.5 ഇഞ്ച്. അതേപോലെ തന്നെ 160 ബാർ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഈ ഓസ് വരിക. നമ്മുടെ മെയിൻ പമ്പാണ്. പമ്പ് ഇത് ഗിയർ പമ്പാണ്. നമ്മുടെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പായിട്ടുള്ള ഗിയർ പമ്പാണ്. ഗിയർ പമ്പിനെ ഒരു കപ്പിൾ ചെയ്തിരിക്കുന്ന മോട്ടറുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന പോർഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗിയർ പമ്പിലേക്കുള്ള സക്ഷനാണ് നമ്മുടെ ടാങ്കിൽ നിന്നുള്ള സ്ട്രെയിനറിൽ നിന്നുള്ള സക്ഷനാണ് ഈ ലൈൻ. ഇതാണ് നമ്മുടെ പമ്പിന്റെ ഡിസ്ചാർജ് വരിക. ഡിസ്ചാർജ് ലൈനിലാണ് പ്രഷർ റിലീസിങ് വാൽവ് കൊടുത്തിട്ടുള്ളത്. പ്രഷർ റിലീസിങ് വാൽവിൽ നിന്നാണ് ഒരു ലൈൻ പോയിട്ടുണ്ട്. അത് നമ്മൾ നേരെ പോകുന്നത് ഔട്ട്ലെറ്റാണ്. അത് ടാങ്കിന്റെ റിട്ടേൺ ലൈനാണ്. ടാങ്ക് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ടും 2 ലൈൻസ് ആണ് വരിക. ഒന്ന് പ്രഷർ ലൈനും 2 ടി ട്രാൻസ്പോർട്ട് ലൈൻ അഥവാ റിട്ടേൺ ലൈനുമാണ് വരുന്നത്. ബിയും ടിയും എന്നാണ് നമ്മൾ അതിനെ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ ഈ പ്രഷർ ലൈൻ നേരെ പോകുന്നത് പ്രഷർ റെഗുലേറ്ററിലേക്കാണ്. ഇതാണ് പ്രഷർ റെഗുലേറ്റർ. നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 40 ബാറാണ്. റെഗുലേറ്റ് ചെയ്ത പ്രഷർ എത്രയാണ്, അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഈ റെഗുലേറ്റർ കഴിഞ്ഞിട്ടുള്ള പ്രഷർ എത്രയാണെന്ന് നമുക്ക് ഈ പ്രഷർ ഗേജിൽ നോക്കാൻ കഴിയും. ഈ പ്രഷർ ഗേജ് നോക്കി കഴിഞ്ഞാൽ 0 മുതൽ 100 kg/cm² ഒരു പ്രഷർ ഗേജ് ആണുള്ളത്. 0 to 1500 PSI വരെ പ്രഷർ നമുക്ക് ഇതിനകത്ത് ഈ ഗേജ് വഴി നമുക്ക് അറിയാൻ കഴിയും. ഈ ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്കിനകത്ത് മെയിനായിട്ടും ഔട്ട് വരുന്ന പ്രഷർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രഷറാണ് ഈ പി ലൈനിലേക്ക് വരിക. ഈ പി ലൈനാണ് നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതും റിട്ടേൺ വരുന്ന ലൈനാണ്. ഇത് വെറും ട്രാൻസ്പെറന്റ് ആണ്. കമ്പാരിറ്റീവ്ലി ലോ പ്രഷറാണ് ഈ ലൈൻ ഹാൻഡിൽ ചെയ്യുക. ഈ റിട്ടേൺ വരുന്ന ഹൈഡ്രോളിക് ഓയില് നമ്മുടെ ഈ ലൈൻ വഴിയാണ് ടാങ്കിലേക്ക് റിട്ടേൺ പോവുക. റിട്ടേൺ ലൈൻ വരിക. റിട്ടേൺ ലൈൻ വന്നിട്ട് ഇത് നമ്മുടെ പമ്പിന്റെ പ്രഷർ റിലീഫ് വാൾവ് കണക്ട് ചെയ്തിരിക്കുന്ന റിട്ടേൺ ലൈനാണ്. ഇത് നമ്മുടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ടി ലൈൻ ഔട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇതിലേക്കാണ്. ഇവിടെ വന്നൊരു ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്ററിനകത്ത് നമുക്ക് ഇവിടെ ഗേജ് കാണാം. ഈ ഗേജിനകത്ത് നമുക്ക് എത്രയാണ് റിട്ടേൺ പ്രഷർ എന്ന് അറിയാൻ കഴിയും. അതാണ് നേരെ ടാങ്കിലേക്ക് പോവുക. അറ്റാച്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ബ്രീത്തർ ആണ്. നമ്മുടെ ഈ ടാങ്കിനകത്ത് ഉണ്ടാകുന്ന എയർ ഒക്കെ നമുക്ക് പുറത്തേക്ക് റിലീസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണ് ബ്രീത്തർ. സ്റ്റാർട്ടറിനകത്ത് നമ്മൾ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ നമ്മൾ പഠിക്കുന്ന ഹൈഡ്രോളിക്സിൽ പഠിക്കുന്ന ടൈപ്പ് ഓഫ് സ്വിച്ചിനകത്ത് ഒരു പുഷ് ബട്ടൺ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചാണ് നമ്മൾ എമർജൻസിയിൽ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പമ്പ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. വാൽവാണ് പ്രഷർ റിലീഫ് വാൽവ്. നമുക്കറിയാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രഷറിനെക്കാട്ടിയും കൂടുതൽ വന്നു കഴിഞ്ഞാൽ റിലീഫ് വാൽവ് ഓപ്പൺ ആവും. നമുക്ക് എന്ത് ഈ ഔട്ട് നമുക്ക് തിരിച്ച് ടാങ്കിലേക്ക് പോകാൻ കഴിയും. അടുത്തതാണ് പൈലറ്റ് ചെക്ക് വാൽവ്. വൺ ഡയറക്ഷനിൽ നമ്മൾ ഫ്ലോ കിട്ടുന്നത് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് ചെക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതിനൊരു ടൈപ്പ് ഓഫ് റെഗുലേറ്റർ ആണ്. അടുത്തത് നമുക്കുള്ളത് 3/2 വേ ഡയറക്ഷൻ കൺട്രോൾ വാൽവ് ആണ്. ഇത് 4/2 വേ ഡയറക്ഷൻ കൺട്രോൾ വാൽവ് ആണ്. അടുത്തതായിട്ട് 4/3 വേ ഡയറക്ഷൻ കൺട്രോൾ വാൽവ് സിലിണ്ടർ ആണ്. ഇത് ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ ആണ്. ഇതിനെ നമ്മൾ ആക്ച്വേറ്റേഴ്സ് എന്നാണ് പറയുക. ഇതിന് ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ ആയതുകൊണ്ടാണ് 2 കണക്ഷൻസ് വരിക. അതനുസരിച്ച് നമ്മൾ ഈ ലോഡിനെ പൊക്കുകയും താക്കുകയും ചെയ്യും. ഒരു ബേസിക് ഡയഗ്രാം ആണ്. നമ്മുടെ ഈ ഹൈഡ്രോളിക് ട്രെയിനിങ് കിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ടാങ്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലൈൻ അഥവാ പമ്പിന്റെ സക്ഷൻ ലൈൻ, പമ്പിന്റെ ഡിസ്ചാർജ് അഥവാ പി ലൈൻ, പ്രഷർ ലൈൻ. പി ലൈൻ പോകുന്നത് നമ്മുടെ കൺട്രോൾ വാൾവ് ആണ്. ഇത് 5 വേ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് ആണ്. ഈ വാൾവിന്റെ ഔട്ട് പോകുന്ന ആ പോർട്ട്, ഒന്നാമത്തെ പോർട്ട് എന്ന് പറയുക എ പോർട്ട് കയറിയുള്ള ഔട്ട്ലെറ്റ് പോകുന്നത് നമ്മുടെ സിലിണ്ടർ അഥവാ ഡബിൾ ആക്ടിംഗ് സിലിണ്ടറിന്റെ ഇല്ലറ്റിലേക്കാണ്. ആ ഇല്ലറ്റിലേക്ക് വരുന്ന പ്രഷർ കൊണ്ട് ഈ പിസ്റ്റൺ മൂവ് ചെയ്യുകയും നമ്മുടെ ലോഡ് മൂവ് ചെയ്യുകയും ചെയ്യും.
ഓക്കെ. ആ വരുന്ന റിട്ടേൺ നമ്മുടെ അടുത്ത ബി പോർട്ടിലേക്ക് എത്തുകയും ബി പോർട്ടിൽ നിന്ന് ട്രാൻസ്ഫർ പോർട്ട് വഴി നേരെ തിരിച്ച് ടി ലൈൻ ആയിട്ടുള്ള നമ്മുടെ ടാങ്കിലേക്ക് റിട്ടേൺ എത്തുന്നു. ഇതാണ് നമ്മുടെ ഒരു ബേസിക് ട്രെയിനിങ് കിറ്റിന്റെ ഡയഗ്രാം വരിക.